ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ലോക്സഭാ പ്രചരണത്തിനായി മൂന്ന് മുന്നണികളും വളരെ വാശിയേറിയ പോരാട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ DCC ഓഫീസിൻ്റെ എതിർവശത്ത് ഒരു ദൃശ്യം ഇപ്പോൾ കാണാം. റോഡിൻ്റെ മറുവശത്ത് ഉള്ള ഒരു മതിലിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ചുമരെഴുത്ത് ഇപ്പോൾ മായ്ക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ ചുമരെഴുത്ത് മായ്ക്കുന്നത്. കാരണം ഇത് PWDയുടെ ഉടമസ്ഥതയിലുള്ള മതിലാണ്, സർക്കാർ മതിൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സർക്കാർ മതിലിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരു സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്ത് നടത്തുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് സർക്കാർ നിർദ്ദേശപ്രകാരം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ ചുമരെഴുത്ത് മായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം, അതിൻ്റെ കാര്യാലയം, ആ ഓഫീസാണ് ഇത്. ആ ഓഫീസിൻ്റെ മതിലാണ്, അതായത് സർക്കാർ മതിൽ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ പത്തനംതിട്ട DCC ഓഫീസിൻ്റെ മുൻവശത്തുള്ള മതിലിൽ ഉണ്ടായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ചുമരെഴുത്ത് ഇപ്പോൾ മായ്ക്കുന്നത്. ഇതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, DCC ഓഫീസിൽ നിന്നും നോക്കിയാൽ ആദ്യം കാണുന്നത് തൊട്ട് എതിർവശത്തുള്ള ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ ചുമരെഴുത്തായിരുന്നു. ആ ചുമരെഴുത്താണ് ഇപ്പോൾ നിയമപ്രകാരം മായ്ച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂന്ന് മുന്നണികളുടെയും ചൂടുപിടിച്ച് പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.